ഹായ് ഡിയർ മക്കളെ, വെൽക്കം ടു പൈറസ് ലേണിംഗ് അക്കാഡമി. ഇസ്മി അനന്തു. മക്കളെ, നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് 2023 മാത്സിന്റെ പ്രാക്ടിക്കൽ എക്സാമിന് ചോദിച്ച ഇൻക്രീസിംഗ് ആൻഡ് ഡിക്രീസിംഗ് ഫംഗ്ഷൻ ആണ്. മക്കളെ, ഇത് ലാബ് 26 എന്നാണ് 2023 കിടന്നത്. പക്ഷേ 2024 തൊട്ട് ലാബ് 27 ആയി കേട്ടോ. 27 ആണ്. അപ്പോൾ 2024 2025 27 ആണ് ലാബ് കേട്ടോ. അപ്പോൾ ലാബിന്റെ നമ്പർ മാത്രം നിങ്ങൾ പഠിക്കല്, അതിൻ്റെ ലാബിന്റെ പേരും കൂടെ ഓർത്തോണം. ഇൻക്രീസിംഗ് ആൻഡ് ഡിക്രീസിംഗ് ഫംഗ്ഷൻസ്. ഓക്കെ, അപ്പോൾ ഇതിനെപ്പറ്റി നമുക്കൊന്ന് പഠിക്കാം. മക്കളെ, ഇത് ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ കൺസെപ്റ്റുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു ലാബാണ് ഇൻക്രീസിംഗ് ആൻഡ് ഡിക്രീസിംഗ് ഫംഗ്ഷൻ. അതുകൊണ്ട് കുട്ടികൾ പലരും ടഫാണെന്ന് വിചാരിച്ച് മാറ്റിവെക്കുന്ന ഒരു ലാബാണ്. പക്ഷെ അത്രയും ടഫൊന്നുമില്ല. കാര്യം കുറച്ചറിഞ്ഞാൽ മതി. വളരെ എളുപ്പം ചെയ്ത് മാർക്ക് വാങ്ങാൻ പറ്റിയ ഒരു ലാബാണ് കേട്ടോ മക്കളെ. നമുക്ക് ചെയ്ത് നോക്കാം. ഡ്രോ ദി ഗ്രാഫ് ഓഫ് ദി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്ന ഗ്രാഫ് വരയ്ക്കുക. ഡിക്രീസിംഗ് ആണോ ഇൻക്രീസിംഗ് ആണോ എന്ന് കണ്ടുപിടിച്ച ശേഷം അതിൻ്റെ ഇൻ്റർവെൽസ് എഴുതാനാണ് പറഞ്ഞത്. ഇൻക്രീസിംഗ് ഡിക്രീസിംഗ് ആകുന്ന ആ ഇൻ്റർവെൽസ് എഴുതാനാണ് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. സോ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് മക്കളെ, ആദ്യം ഇത് കോപ്പി പേസ്റ്റ് ചെയ്യുക. സോഫ്റ്റ്വെയറിലായതുകൊണ്ട് നമുക്കിത് കോപ്പി പേസ്റ്റ് ചെയ്യാം. ഞാൻ ഒന്നുകൂടെ പറയുന്നു, നിങ്ങൾക്ക് സോഫ്റ്റ്വെയറിനകത്ത് ഇതേപോലെ തന്നെ PDF ഇവിടെ തരും. സോ നിങ്ങളത് നേരെ സെലക്ട് ചെയ്യുക. എന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം കോപ്പി കൊടുക്കുക. അല്ലെങ്കിൽ കുറച്ചുകൂടി എളുപ്പം ഞാൻ പറയുവാണ്, ഇതിങ്ങനെ സെലക്ട് ചെയ്ത ശേഷം മക്കളെ കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് C അടിക്കുക. കൺട്രോൾ കോപ്പി. ഇനി നമ്മൾ നേരെ ജിയോജിബ്ര ഓപ്പൺ ആക്കിയ ശേഷം ഇൻപുട്ട് ബോക്സിൽ കൊണ്ട് ക്ലിക്ക് ചെയ്ത ശേഷം കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് V അടിച്ചു കഴിഞ്ഞാൽ പേസ്റ്റ് ആയിക്കോളും കേട്ടല്ലോ. പിന്നെ അവിടെ കുറച്ച് എഡിറ്റിംഗ് ഒക്കെ നടത്താനുണ്ട്, കാരണം x³ ആണ്. സോ x⁻3, അപ്പോൾ x⁻2 എന്ന് അടിക്കണം. x⁻3, പിന്നെ 6x², അപ്പോൾ 6x², പിന്നെ 9x+5. ഓക്കെ, കറക്റ്റ് ആണ്. എൻ്റർ അടിക്കുക. നമ്മൾ ടൈപ്പ് ചെയ്ത സംഭവം നമ്മുടെ ക്വസ്റ്റ്യൻ തന്നെ ആണോ എന്ന് നോക്കുക കേട്ടോ. x³ + 6x² + 9x+5. ഓക്കെ, അത് തന്നെയല്ലേ ക്വസ്റ്റ്യൻ. ഒന്നുകൂടെ വെരിഫൈ ചെയ്തിട്ട് മുന്നോട്ട് ചെയ്യാവുള്ളൂ കേട്ടോ. ഓക്കെ അല്ലേടാ? ഓക്കെ മക്കളെ, നിങ്ങൾക്ക് മനസ്സിലാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കണം കേട്ടോ. ബാക്കിയുള്ള കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തോണം കേട്ടല്ലോ മക്കളെ. ഓക്കെ, അപ്പോൾ നമ്മൾ വരച്ചു കഴിഞ്ഞു. ഇനി നമ്മളോട് ചോദിച്ചത് ഇന്റർവെൽസ് കണ്ടുപിടിക്കാനാണ്. ഇൻക്രീസിങ്ങും ഡിക്രീസിങ്ങും ആയിട്ടുള്ള ഇന്റർവെൽസ് കണ്ടുപിടിക്കാനാണ്. വലിയ പാടൊന്നുമില്ലടാ. ഇവിടെ നോക്കി, എല്ലാവരും ശ്രദ്ധിച്ചിരുന്നോണേ. കാര്യം നമ്മൾ പഠിക്കാൻ പോവാണ് മക്കളെ. നോക്കിക്കോണം. ഇത് കാണുമ്പോൾ തന്നെ അറിയാലോ. അതെ, ഇവിടുന്ന് ഇങ്ങനെ കൂടി വരുന്നു, പിന്നെ കുറഞ്ഞു വരുന്നു, പിന്നെ കൂടി പോകുന്നു അല്ലേ. അപ്പോൾ ഇൻക്രീസ് ചെയ്യുന്നതും ഡിക്രീസ് ചെയ്യുന്നതും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. എവിടെയാണ്? 2 പോയിന്റ് എത്തുമ്പോഴാണ് ചേഞ്ച് സംഭവിക്കുന്നത്. ഈ ഒരു പോയിന്റിൽ എത്തുമ്പോഴത്തേക്കുമാണ് മാക്സിമം കൂടിക്കഴിഞ്ഞ ശേഷം കുറയാൻ തുടങ്ങുന്നത്. അതേപോലെ ഇവിടെ ഒരു ചേഞ്ച് ഉണ്ടല്ലേ. ഈ 2 ഭാഗത്താണ് നമുക്ക് ഇൻക്രീസിങ് ഡിക്രീസിങ് ചേഞ്ച് ആകുന്ന സ്ഥലങ്ങൾ. സോ ആ 2 ഭാഗങ്ങളാണ് നമ്മുടെ ഇന്റർവെല്ലിന്റെ എൻഡ് പോയിന്റ്സ് ആയിട്ട് വരുന്നത്. അപ്പം മക്കളെ നോക്കിക്കോണേ. അപ്പൊ അതെ, ഈ ഒരു പോയിന്റ് കണ്ടല്ലോ. കറക്റ്റ് എവിടെയാണ് മക്കളെ? കറക്റ്റ് എവിടെയാണ്? -3 കണ്ടല്ലോടാ. അപ്പൊ അതെ, ശരിക്കും പറഞ്ഞാൽ ഇവിടം തൊട്ട് ഇവിടം വരെ കുറയുവാണോ കൂടുവാണോ? നിങ്ങൾ തന്നെ പറ. കൂടി വരുവാ അല്ലേടാ? കൂടി വരുവാണ്. അപ്പൊ നമ്മൾ എടുക്കേണ്ട വാല്യൂ നമ്മുടെ എക്സിന്റെ വാല്യൂസ് ആണ് കേട്ടല്ലോ. X ആക്സിസിലെ വാല്യൂസ് ആണ് നമ്മൾ ഇന്റർവെല്ലിനകത്ത് എഴുതുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ നോക്കിയാണ് മക്കളെ, കൂടി വരുന്ന എവിടം വരെയാണ്? -3 വരെയാണ്. അപ്പൊ അതെ, നെഗറ്റീവ് ഇൻഫിനിറ്റിയിൽ നിന്ന് -3 വരെ കൂടുവാണ് നമ്മുടെ ഫംഗ്ഷൻ. അപ്പൊ നിങ്ങൾ എഴുതേണ്ടത് ഒന്നിട്ടിട്ട് ഇൻക്രീസിങ് ഇൻ ഏത് ഇന്റർവെല്ലാണ്? -ഇൻഫിനിറ്റി തൊട്ട് -3 വരെ. കഴിഞ്ഞിട്ടില്ല. അവിടെ മാത്രമല്ലല്ലോ നമ്മുടെ കൂടുന്നത് ഇന്റർവെല്ല്. അവിടെ മാത്രമല്ല, പിന്നെന്താണ്? ഇവിടം വരെ കൂടിയ ശേഷം പിന്നെ കുറയുവാണ് അല്ലേ. ഇത് ഇവിടം തൊട്ട് ഇവിടം വരെ കുറയുവാണ്. ഇവിടം തൊട്ട് ഇവിടം വരെ കുറഞ്ഞു. നോക്കിയേ, ഇവിടം തൊട്ട് ഇവിടം വരെ കുറയുന്നു, പിന്നെ കൂടുന്നല്ലേ. ഇത് ഇവിടുന്ന് പിന്നെയും അങ്ങ് കൂടുവാണ്. അത് എവിടുന്നാണ്? -1 തൊട്ട്. മക്കളെ നോക്കിക്കോണേ, അതേ -1 തൊട്ട് വീണ്ടും അങ്ങോട്ടേക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ കൂടുവാണ്, പിന്നെ കുറയുന്നൊന്നുമില്ല. അപ്പോൾ 2 ഇന്റർവെല്ലിൽ കൂടുന്നുണ്ട്. -ഇൻഫിനിറ്റി ടു -3 വരെയും, ആൻഡ് പിന്നെ എവിടെയാടാ? -1 തൊട്ട് ഇൻഫിനിറ്റി വരെയും. ഈ 2 ഇന്റർവെല്ലിലാണ് നമ്മുടെ ഫംഗ്ഷൻ ഇൻക്രീസ് ചെയ്യുന്നത്. മക്കളെ, നിങ്ങൾക്ക് ഇവിടെ ആൻഡിന് വരും യൂണിയൻ ഇടാം കേട്ടോ. 2 ഒന്ന് തന്നെയാണ്. യൂണിയൻ ഇട്ടാലും ഓക്കെയാണ്. ചില സ്കൂളുകളിൽ യൂണിയൻ ഇട്ടായിരിക്കും പഠിപ്പിച്ചത്. അങ്ങനെ എഴുതിയാലും കറക്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഈ 2 സ്ഥലത്താണ് ഇൻക്രീസ് ചെയ്യുന്നത്, മനസ്സിലായി. ഇനി ഡിക്രീസ് ചെയ്യുന്നത് എവിടെയാണ്? ഡിക്രീസ് ചെയ്യുന്ന സ്ഥലം ആകപ്പാടെ കുറയുന്നത് ഈ ഒരു ഭാഗം മാത്രം അല്ലേടാ. ഇവിടം തൊട്ട് ഇവിടം വരെ മാത്രമാണ് കുറയുന്നത്. ബാക്കി എല്ലാ ഭാഗത്തും കൂടുവാണ്. സോ ഈ കുറയുന്ന ഭാഗം എവിടം തൊട്ട് എവിടം വരെയാണ്? -3 തൊട്ട് -1 വരെ അല്ലേടാ. -3 തൊട്ട് -1 വരെ. സോ നമുക്ക് എഴുതാം ഡിക്രീസിങ് ഇൻ -3 തൊട്ട് -1 വരെ. മക്കളെ, ഇത് ക്ലോസ്ഡ് ഇന്റർവെൽ ഒരിക്കലും ഇടല് കേട്ടോ. ഡെറിവേറ്റീവ്സിന്റെ റൂൾ അനുസരിച്ച് നമ്മൾ ഇൻഫിനിറ്റിയും 3യും ആ വാല്യൂ എല്ലാം നമ്മൾ ഓപ്പൺ ഇടാവുള്ളൂ കേട്ടോ. ആ വാല്യൂവിന് തൊട്ട് മുമ്പ് വരെ അത് ഇൻക്രീസ് ചെയ്യുന്ന ആ ചേഞ്ച് എത്തുന്ന ഭാഗം നമ്മൾ ഉൾപ്പെടുത്തത്തില്ല കേട്ടോ. സോ അത് എപ്പോഴും ഓപ്പൺ ഇന്റർവെൽ ഇടാവുള്ളൂ.
അപ്പോൾ ഓക്കെ അല്ലേ? ഫസ്റ്റത്തെ ആൻസർ ചെയ്തത് മനസ്സിലായല്ലോടെ മക്കളെ? യെസ്. ഇനി നമുക്ക് രണ്ടാമത്തെയും മൂന്നാമത്തെയും നമ്മൾ സെയിം ക്വസ്റ്റ്യൻ തന്നെ ചെയ്യുമ്പോൾ പക്കായിട്ട് ക്ലിയർ ആവും. കേട്ടല്ലോ മക്കളെ? അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? സെക്കൻഡ് ക്വസ്റ്റ്യൻ ഞാൻ പറയാൻ നേരത്ത് നിങ്ങൾ വീഡിയോ പോസ് ആക്കി വെച്ച ശേഷം തന്നെ ചെയ്ത് നോക്കുക. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ x³ - 6x². ഏതെങ്കിലും ഒരെണ്ണം എഴുതിയാൽ മതി, പക്ഷെ നമ്മൾ 3 ചെയ്യാറുണ്ടല്ലോ. സോ നമുക്ക് ഇതും കൂടെ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഇവിടെ വേണേൽ വീണ്ടും ഇത് ഡിലീറ്റ് ചെയ്ത ശേഷം വീണ്ടും ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇത് വീണ്ടും എൻ്റർ ചെയ്യാൻ വേണ്ടി ഇവിടെ തന്നെ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു, Ctrl+V അടിക്കുന്നു. സോ അവിടെ പുതുതായിട്ട് ഫംഗ്ഷൻ വന്നോളും. അപ്പോൾ ഇതിന് ചേഞ്ച് ആയിക്കോളും കേട്ടോ. x³ ഒന്ന് എഡിറ്റ് ചെയ്ത് കൊടുക്കണം. x³ ആണ്. സോ 6x² ആണ്. ഓക്കെ, എൻ്റർ. സോ നമ്മുടെ ഗ്രാഫ് വന്നിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാലോ മക്കളെ? വീഡിയോ പോസ് ആക്കിയിട്ടൊന്ന് എഴുതി നോക്കിയടാ. വീഡിയോ പോസ് ആക്കിയിട്ടൊന്ന് എഴുതി നോക്കി. എവിടം തൊട്ട് എവിടം വരെയാണ് ഇൻക്രീസിങ്, എവിടം തൊട്ട് എവിടം വരെയാണ് ഡിക്രീസിങ് എന്നൊന്ന് എഴുതി വയ്ക്കടാ. നോക്കി, നമുക്കറിയാം അല്ലേ? ഇവിടെയാണ് ഒരു ചേഞ്ച് വരുന്നത്. എവിടെയാണ്? മൈനസ് അല്ലല്ലോ, 1 അല്ലേ? പിന്നെ ഇവിടെ ഒരു ചേഞ്ച് ഉണ്ട്. ഈ രണ്ട് ഭാഗത്താണ് നമ്മുടെ ഫംഗ്ഷൻ ഇൻക്രീസിങ് ഡിക്രീസിങ് ചേഞ്ച് ആവുന്നത്. സോ നമുക്കറിയാം ഇവിടുന്ന് നെഗറ്റീവ് ഇൻഫിനിറ്റിയിൽ നിന്ന് എവിടം വരെയാണ്? 1 വരെ. അപ്പോൾ നമുക്ക് സെക്കൻഡിൻ്റെ ആൻസർ ആണ്, അല്ല ഫസ്റ്റത്തേലെ സെക്കൻഡ് അല്ലേ? ഫസ്റ്റത്തേലെ സെക്കൻഡിൻ്റെ ആൻസർ എങ്ങനെ എഴുതാടാ? -∞ തൊട്ട് അല്ലേ ഇൻക്രീസിങ്. അപ്പോൾ നിങ്ങൾ ഇൻക്രീസിങ് ഇൻ എവിടം തൊട്ട് എവിടം വരെയാടാ? -∞ തൊട്ട് 1 വരെയും. ആൻഡ് വേറൊരു സ്ഥലത്ത് കൊണ്ട് ഇൻക്രീസിങ് ആണോടെ അല്ലേ? ഇത് ഇവിടം തൊട്ട് ഇവിടം വരെയും എന്ന് പറയുമ്പോൾ എവിടം തൊട്ടാണ്? 3 തൊട്ട് അങ്ങോട്ടേക്ക് ഇൻക്രീസിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ 3 തൊട്ട് ഇൻഫിനിറ്റി വരെയും ഇൻക്രീസിങ് ആവുന്നുണ്ട്. അപ്പോൾ 2 സ്ഥലത്താണ് ഇൻക്രീസിങ് ആവുന്നത്. അതേപോലെ ഡിക്രീസിങ് ആവുന്നത് എവിടെയാണ്? ആകപ്പാടെ ചെറിയൊരു സ്ഥലത്ത് മാത്രമേ ഉള്ളൂ അല്ലേ? സോ ഡിക്രീസിങ് ഇൻ എവിടെയാടാ? ഈ ഭാഗത്തല്ലേടാ? 1 തൊട്ട് 3 വരെ. സോ എഴുതാം 1 തൊട്ട് 3 വരെ. സിമ്പിൾ കൺസെപ്റ്റ്. ഇതിനകത്ത് ഡെറിവേറ്റീവ്സിന്റെ കൺസെപ്റ്റ് നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. അത് നമ്മുടെ ക്വസ്റ്റ്യനിലുണ്ട്, അതിലേക്ക് വരുന്നേ ഉള്ളൂ. പക്ഷേ വളരെ എളുപ്പം കാര്യം പിടിയിട്ടില്ലേ? ഗ്രാഫിൽ നിന്ന് ഇൻക്രീസിങ് ഡിക്രീസിങ് മനസ്സിലാക്കാൻ വളരെ ഏതൊരു കൊച്ചു കുട്ടികൾക്ക് പോലും മനസ്സിലാവുന്ന കാര്യമാണ്. ഇന്റർവൽ എഴുതാൻ മാത്രം നമ്മൾ അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, അപ്പോൾ ഇത് എഴുതി കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അതിൻ്റെ തന്നെ തേർഡ് പാർട്ട് കേട്ടോ. അതിൻ്റെ തന്നെ തേർഡ് പാർട്ട് എന്ന് പറയുമ്പോൾ സെയിം ഇതേ മോഡൽ തന്നെ. കൺട്രോൾ കോപ്പി, ഇവിടെ കൊണ്ടുവന്ന് കൺട്രോൾ പേസ്റ്റ്. ഒന്ന് എഡിറ്റ് ചെയ്ത് കൊടുക്കണം. ഇവിടെ അല്ലല്ലോ കൊണ്ട് കൊടുക്കണ്ടേ? ഇവിടെ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല, അല്ലെങ്കിൽ നമ്മൾ ഡിലീറ്റ് ചെയ്യണം അല്ലേ? ഒരു ഗ്രാഫിൻ്റെ പുറത്ത് വരും. സോ ഇത് Ctrl+V. ഒന്ന് എഡിറ്റ് ചെയ്ത് കൊടുക്കാം മക്കളെ. എഡിറ്റ് ചെയ്ത് കൊടുക്കുക എന്ന് പറയുമ്പോൾ x³. സോ x⁻³ പിന്നെ ഇവിടെ x². സോ x². ഇത്രയും മതിയല്ലേ? ഓക്കെ, എൻ്റർ. മക്കളെ മനസ്സിലായവർ ഇതൊന്ന് എഴുതിക്കടാ. ഇനി ലാബ് ഞാൻ പറഞ്ഞു, ലാബ് എല്ലാവരും എൻ്റെ കൂടെ തന്നെ ചെയ്തു നോക്കിക്കോണം, എങ്കിലേ കിട്ടത്തുള്ളൂ. ഞാൻ പറഞ്ഞു വിൻഡോസിൽ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്ക് അത് ഞാൻ ഓൾറെഡി ഫസ്റ്റ് വീഡിയോ ഏതാണ് നമ്മുടെ ലാബിനെ പറ്റിയുള്ള ഫസ്റ്റ് വീഡിയോ, അതിനകത്ത് ഞാൻ അതിൻ്റെ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. എല്ലാ വീഡിയോയുടെ താഴെ ലിങ്ക് കൊടുക്കണ്ടല്ലോ എന്നോർത്താണ് കൊടുക്കാത്തത്. ഇനി ആവശ്യമുണ്ടെങ്കിൽ മക്കളെ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ ഞാൻ ലിങ്ക് തരാം കേട്ടോ. അല്ലെങ്കിൽ ഞാനൊരു കാര്യം ഡിസ്ക്രിപ്ഷനിൽ അല്ല വേണ്ട, ഫസ്റ്റ് കമൻ്റ് ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾ ചോദിച്ചു. ഞാൻ എല്ലാത്തിൻ്റെ താഴെ ഇങ്ങനെ ലിങ്ക് ഇടേണ്ട കാര്യമില്ലല്ലോ എന്നോർത്താണ്. ഓൾറെഡി എൻ്റെ ക്ലാസ് കാണുന്ന കുട്ടികൾ ഓൾറെഡി വിൻഡോസിൽ ഡൗൺലോഡ് ചെയ്ത് കാണും, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇത് പറയാത്ത കേട്ടോ. അപ്പോൾ മക്കളെ ഇന്ന് എഴുതിക്കടാ. ഇത് എവിടം തൊട്ട് എവിടം വരെയാണ്? നമുക്കറിയാവുന്ന പോലെ ഇവിടെ ഒരു ചേഞ്ച് ഉണ്ടാവുന്നുണ്ട്. കറക്റ്റ് നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ നിന്നൊരു ചേഞ്ച് അല്ലേ? സോ പിന്നെ ഇവിടെ ഒരു ചേഞ്ച്. അപ്പോൾ എഴുതിക്കടാ മക്കളെ, എല്ലാവർക്കും എഴുതാമല്ലോ. എവിടം തൊട്ടാണ്? -∞ തൊട്ട് 2 വരെ. സോ ഒന്നാമത്തേതിൻ്റെ മൂന്നാമത്തെ പാർട്ടാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. ഇൻക്രീസിങ് ഓൺ അല്ലെങ്കിൽ ഇൻക്രീസിങ് ഇൻ -∞ തൊട്ട് 2 വരെയും. ആൻഡ് പിന്നെ ഇൻക്രീസ് ചെയ്യുന്ന സ്ഥലം ഇവിടം തൊട്ടല്ലേ? 4 തൊട്ട് അങ്ങോട്ടേക്ക് മുകളിലേക്കല്ലേ? സോ 4 തൊട്ട് ഇൻഫിനിറ്റി വരെയും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. 4 തൊട്ട് ഇൻഫിനിറ്റി വരെയും. ഓക്കെ, ആ കാര്യമാണ്. ഡിക്രീസ് ചെയ്യുന്നത് എവിടെയാടാ? ഡിക്രീസിങ് ഇൻ എവിടെയാണ്? ഈ ഒരു ചെറിയ ഭാഗത്തല്ലേ? 2 തൊട്ട് 4 വരെ. 2 തൊട്ട് 4 വരെ, 2 തൊട്ട് 4 വരെയാണ് ഡിക്രീസ് ചെയ്യുന്നത്. ഓക്കെ, മൂന്നെണ്ണത്തിൻ്റെയും ആൻസർ എഴുതി കഴിഞ്ഞപ്പോൾ കാര്യം പിടികിട്ടിയല്ലോ. അപ്പോൾ ഏത് ഗ്രാഫ് വന്നാലും ചെയ്യാൻ അറിയാലോ മക്കളെ? യെസ്, നമ്മൾ ഇതിൻ്റെ 2024 ചെയ്യുമ്പോൾ ഓക്കെ ആയിക്കോളും കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ. മക്കളെ പറഞ്ഞിരിക്കുന്നത് ഡു ദ ഫോളോയിങ് ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ക്രിയേറ്റ് ആൻ ആപ്ലെറ്റ്. സോ ആപ്ലെറ്റ് നിർമ്മിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഡ്രോ ദി ഗ്രാഫ് ഓഫ് ദി ഫംഗ്ഷൻ f(x) ഗിവൺ ബിലോ. ഓക്കെ, വീണ്ടും ഗ്രാഫ് വരയ്ക്കാനാണ്.
ഗ്രാഫ് വരച്ച ശേഷം ബാക്കി എന്താണെന്ന് നമുക്ക് നോക്കാം. എന്തായാലും ഗ്രാഫ് ആദ്യം തന്നെ നമുക്ക് വരയ്ക്കാം. സോ പുതിയൊരു ആപ്ലെറ്റ് നിർമ്മിക്കുമ്പോൾ നിങ്ങൾ ആദ്യം ഇതെല്ലാം ഡിലീറ്റ് ചെയ്ത് നല്ല ഫ്രഷ് ആയിട്ടൊരു ആപ്ലെറ്റ് എടുക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയത് എടുക്കാം, അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടമാണ്. എന്തായാലും ഫസ്റ്റത്തെ ചെയ്ത ശേഷം ടീച്ചറിനെ കാണിക്കുക. അതിനുശേഷം ഇത് കൺട്രോൾ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുക. ഓക്കെ, സെക്കൻഡിൻ്റെ ആൻസർ എഴുതാൻ പോവാണ്. ഒന്ന് എഡിറ്റ് ചെയ്ത് കൊടുത്ത് x² - 2x + 3. നമ്മൾ എൻ്റർ ചെയ്തിരിക്കുന്ന സംഭവം സെയിം തന്നെയാണോ നോക്കണം കേട്ടോ മക്കളെ. x² - 2x + 3 സെയിം തന്നെയാണോ? x² - 2x + 3 കറക്റ്റ് ആണ് അല്ലേ, പക്കയാണ്. സോ ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? ക്രിയേറ്റ് എ സ്ലൈഡർ എ വിത്ത് ഇൻക്രിമെന്റ് 0.1. സോ നമുക്കൊരു സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യണം. സ്ലൈഡർ എടുത്തു, ഇവിടെ ക്ലിക്ക് ചെയ്തു. എ എന്ന് പറയുന്ന സ്ലൈഡറാണ്. മാക്സിമം മിനിമം ഒന്നും പറഞ്ഞിട്ടില്ല, സോ ആവശ്യമില്ല. നമ്മൾ പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല, പറയാത്ത കാര്യം ചെയ്യുന്നില്ലല്ലോ അല്ലേ. 0.1 എന്ന് അടിച്ചു, ഇൻക്രിമെന്റ് എൻ്റർ എന്താ ഓക്കെ കൊടുക്കാം. ഓക്കെ, സോ സ്ലൈഡർ ക്രിയേറ്റ് ചെയ്തു. പിന്നെന്താടാ, പ്ലോട്ട് ദ പോയിന്റ് എ = അപ്പോൾ ഈ പോയിന്റ് പ്ലോട്ട് ചെയ്യണം. സോ ഇത് കോപ്പി ചെയ്തു, അല്ലെങ്കിൽ ഇത് ഇതേപോലെ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. സോഫ്റ്റ്വെയർ ആയതുകൊണ്ട് നമുക്ക് എല്ലാം കോപ്പി ചെയ്യാം, നോ പ്രോബ്ലം. സോ കൊടുത്തു, എൻ്റർ കൊടുത്തു. എ എന്ന പോയിന്റ് അവിടെ വന്നിട്ടുണ്ടോ നോക്കണേ. ചിലവർക്ക് എ എന്ന പോയിന്റ് അവിടെ വന്ന് കാണത്തില്ല, അപ്പോൾ ടെൻഷൻ അടിക്കലാണ് മക്കളെ. ഇത് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ കാര്യം അവിടെ എത്തിയിട്ടുണ്ട്. പക്ഷെ എന്താണ്, നമ്മുടെ സ്ലൈഡർ ഇങ്ങനെ ദൂരെ കിടക്കണുണ്ടായിരിക്കും, അതിന് ഇങ്ങനെ അനക്കി നോക്കുക, അപ്പോൾ അതൊരു പോയിന്റ് ഇങ്ങനെ പോണ കാണാം. ചിലർ ഇവിടെ കൊണ്ടിട്ടിരിക്കുമായിരിക്കും സ്ലൈഡർ, എന്നിട്ട് നിങ്ങൾ പോയിന്റ് അടിച്ചപ്പോൾ ഇവിടെ പോയിന്റ് വന്നിട്ടില്ലല്ലോ, അപ്പുറത്താണെങ്കിൽ പോയിന്റ് വന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് ടെൻഷൻ വരുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇത് അങ്ങോട്ടും ഇങ്ങോട്ട് നീക്കി നോക്കുക. നമ്മുടെ പോയിന്റ് ഇവിടെ എവിടെ കിടപ്പുണ്ട്, മുകളിൽ എവിടെ കണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇത് ഇവിടെ കൊണ്ട് ഇരിക്കട്ടെ, അവിടെ ഇരിക്കട്ടെ നമ്മുടെ പോയിന്റ്. സോ നെക്സ്റ്റ്, അത്രയും വരെയായേ. ഡ്രോ ദി ടാൻജന്റ്. ഒട്ടും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, വളരെ കൂളായിട്ട് ഓരോന്ന് വായിച്ചങ്ങ് ചെയ്യുക. ഡ്രോ ദി ടാൻജന്റ് ടു ദ കർവ്. ടാൻജന്റ് വരയ്ക്കണം. എവിടെ? ഈ കർവിനും എയിൽ കൂടെ പാസ് ചെയ്യുന്നതുമായിട്ടുള്ള ടാൻജന്റ് വരയ്ക്കണം. എന്നിട്ട് അതിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കണം. ഈ കാര്യമായിരിക്കും നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്ന് ഫീൽ ചെയ്യുന്ന കാര്യം. ബുദ്ധിമുട്ടല്ല കേട്ടോ, കാരണം ഇത് തിയററ്റിക്കലി ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണെങ്കിലും ശരിക്കും ടാൻജന്റും നോർമലും ഒക്കെ നിങ്ങൾക്ക് ഡിലീറ്റഡ് പോർഷൻ ആണ് പുതിയ കുട്ടികൾക്ക്. പക്ഷേ നമ്മുടെ പ്രാക്ടിക്കലി നമുക്ക് ചെയ്യാനുണ്ട്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ മക്കളെ വളരെ വളരെ എളുപ്പമാണ്. നിങ്ങൾ അതിൻ്റെ ടൂൾ എവിടെയാണെന്ന് നോക്കണം കേട്ടോ. ഞാനിവിടെ എവിടെ നിന്നാണ് ടൂൾ എടുക്കാൻ വേണ്ടി നോക്കണം. ടാൻജന്റ് എന്ന് പറയുന്ന ടൂളുണ്ട്, അത് എവിടെയാണ് നോക്കേണ്ടത്? ഇവിടെയൊക്കെ നോക്കുക കേട്ടോ, ഇവിടെ എവിടെയെങ്കിലും കൊണ്ടുവന്ന് നോക്കുക കേട്ടോ. ഇവിടെ ഇങ്ങനെ നോക്കി വരുമ്പോഴത്തേക്കും എവിടെയെങ്കിലും കാണും ടാൻജന്റ്. ഉണ്ടല്ലോ ഇവിടെ മക്കളെ, ടാൻജന്റ് എവിടെയാണ്? നമ്മുടെ ഈ ലൈൻസ് എന്ന് പറയുന്ന അതിൻ്റെ അകത്താണ് കിടക്കുന്നത്. പെർപെൻഡിക്കുലർ ലൈൻ, പാരലൽ ലൈൻ, ഇതിനകത്ത് ടാൻജന്റ് ഉണ്ട് കണ്ടല്ലോ. ടാൻജന്റ് ക്ലിക്ക് ചെയ്യാം. ടാൻജന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സർക്കിളിന്റെ ടാൻജന്റ്. കൊച്ചു ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള, അല്ലെ 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള നിങ്ങൾ എങ്ങനെയാണ് ടാൻജന്റ് എന്ന് പറയുമ്പോഴത്തേക്കും സർക്കിളിൽ ഇങ്ങനെ മുട്ടിപ്പോകുന്നത് അല്ലേ, സർക്കിളിൽ ഇങ്ങനെ ടച്ച് ചെയ്ത് പോകുന്നതാണ് നമ്മുടെ ടാൻജന്റ്. ഇങ്ങനെ ടച്ച് ചെയ്ത് പോകും, അതാണ് ടാൻജന്റ്. സോ നമുക്ക് ടാൻജന്റ് വരയ്ക്കണമെങ്കിൽ മക്കളെ ഈ കർവിലല്ലേ വേണ്ടത്. സോ കർവിൽ ക്ലിക്ക് ചെയ്യാം. പിന്നെ ഏത് പോയിന്റ് കൂടെയാണ് വേണ്ടത്? എ എന്ന് പറഞ്ഞ പോയിന്റ് കൂടെയാണ്. സോ കർവിൽ ആദ്യം ക്ലിക്ക് ചെയ്തു, പിന്നെ എയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു ലൈൻ കിട്ടും കണ്ടല്ലോ. കറക്റ്റ് ആയിട്ടൊരു ടാൻജന്റ് കിട്ടി. കറക്റ്റ് ആ കർവിൽ ടച്ച് ചെയ്ത് പോകുന്ന ഒരു ലൈനാണ് ടാൻജന്റ്. അത് കിട്ടി, അത് ഓക്കെ. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ഫൈൻഡ് ദ ഇന്റർവെൽസ് ഇൻ വിച്ച് ദ സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് ഈസ് പോസിറ്റീവ് ഓർ നെഗറ്റീവ്. ഈ ടാൻജന്റ് വെച്ച് നിങ്ങൾ സ്ലോപ്പ് നെഗറ്റീവും പോസിറ്റീവും ആവുന്ന ഇന്റർവെൽസ് എഴുതാനാണ് പറഞ്ഞത്. സോ നേരത്തെ എഴുതിയ പോലെ തന്നെ ഇതിന്റെ ഓരോന്നിന്റെ ഇന്റർവെൽസ് എഴുതാനാണ് പറഞ്ഞത്. നമുക്ക് എഴുതി നോക്കാം. എങ്ങനെയാണെന്ന് പറഞ്ഞാൽ മക്കളെ, ഇതിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കണം. ഇവിടം വരെ ചെയ്തതിന് ശേഷം നിർത്തല്ലേ, സ്ലോപ്പ് കണ്ടുപിടിക്കണം. കാരണം ടാൻജന്റ് വരച്ചവരെ ആയിട്ടുള്ളൂ. സ്ലോപ്പ് കണ്ടുപിടിക്കണമെങ്കിൽ മക്കളെ വീണ്ടും അതിനകത്ത് നിന്ന് ഒരു ടൂൾ എടുക്കണം. ആ ടൂൾ എവിടെയാണെന്ന് നോക്ക്. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് കിടപ്പുണ്ട്. തപ്പിയെടുക്കേണ്ട ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. ഓരോന്നോരോ സ്ഥലത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടും സ്ലോപ്പ് എവിടെയാണ്. കണ്ടല്ലോ, ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ കിടക്കുന്നതിനകത്ത് സ്ലോപ്പ് ഉണ്ട് കണ്ടോ. ഓക്കെ, സ്ലോപ്പ് എടുക്കുക. ഏതിൻ്റെയാണ്? ഈ ലൈൻ്റെ സ്ലോപ്പ് അല്ലേ. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? ചരിവ് അല്ലേ. ഞാൻ നിങ്ങളോട് ഇപ്പൊ സ്ലോപ്പ് കണ്ടുപിടിക്കും, ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് സ്ലോപ്പ് കിട്ടും. പക്ഷെ ഞാൻ ചോദിക്കുവാണ്, എടാ മക്കളെ, കൺസെപ്റ്റ് അറിയാവുന്ന കുട്ടികൾക്ക് ഈ ലൈന് ചരിവുണ്ടോ? നേരെ പോകുന്ന ഈ ലൈന് ചരിവുണ്ടോ? ഇല്ല. സ്ലോപ്പ് 0 അല്ലേ. ചരിവെന്ന് പറയുമ്പോൾ സ്ലോപ്പ് അല്ലേ, ഇങ്ങനെ ചരിയുമ്പോഴാണ് അതിന്റെ സ്ലോപ്പുകൾ മാറിക്കൊണ്ടിരിക്കുന്നത്. കറക്റ്റ് പാരലായിട്ട് പോകുന്നതിന് ചരിവുണ്ടോ? ഇല്ല. ഇത്രയായിരിക്കും, 0 ആയിരിക്കും. ഞാനിവിടെ ക്ലിക്ക് ചെയ്യാൻ പോകുമ്പോഴത്തേക്കും സ്ലോപ്പ് നമ്മുടെ ലെഫ്റ്റ് സൈഡ് വരും. നോക്കിക്കോണേ, സ്ലോപ്പ് എത്രയാണ് കണ്ടല്ലോ. m = 0. സ്ലോപ്പിന്റെ ലെറ്റർ +1ലും 10ലും ഒക്കെ പഠിച്ചതല്ല, m എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ലോപ്പിനെ പൊതുവെ സൂചിപ്പിക്കുന്നത്. സോ അതുകൊണ്ട് m എന്ന് തന്നെ വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് നോക്കാം, ഇവിടെ ഒന്ന് മാറ്റി വെച്ച് നോക്കാം. m = 0. സ്ലോപ്പ് ഇവിടെ 0 ആണ്. പക്ഷെ നമ്മൾ ഈ സ്ലൈഡർ അങ്ങോട്ടും ഇങ്ങോട്ട് നീക്കുമ്പോഴത്തേക്കും സ്ലോപ്പ് മാറി വരും, ചരിവ് മാറി വരും അല്ലേ. ചരിവ് കറക്റ്റ് 0 എത്തുന്നത് എവിടെയാണ്? പാരലാകുമ്പം, നിരപ്പായിട്ട് ഇങ്ങനെ പോകുമ്പോഴാണ്, ആ ലൈൻ പാരലായിട്ട് പോകുമ്പോഴാണ് സ്ലോപ്പ് 0 ആകുന്നത്. സോ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് സ്ലോപ്പ് നെഗറ്റീവ് ആകുന്ന ഇന്റർവെല്ലും പോസിറ്റീവ് ആകുന്ന ഇന്റർവെല്ലും എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എടാ എന്ത് എളുപ്പമാണ്. ആദ്യം ഒരു നെഗറ്റീവ് സൈഡ് കൊണ്ട് വയ്ക്കുക.
ഈ സ്ലൈഡറിൻ്റെ ഏറ്റവും അറ്റത്ത് കൊണ്ട് വെക്കുക. എന്നിട്ട് പയ്യെ കീബോർഡിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വരാം. കണ്ടല്ലോ, നെഗറ്റീവ് കണ്ടല്ലോടാ. നെഗറ്റീവ് ആകുന്ന എവിടെ തൊട്ടാണ്? -5 തൊട്ടല്ല കേട്ടോ, നെഗറ്റീവ് ഇൻഫിനിറ്റി തൊട്ട്. നമ്മൾ 5 തൊട്ട് -5 വരെ ഇട്ടുകൊണ്ടാണ് -5 പോയി കിടക്കുന്നത് കേട്ടോ. അപ്പം നെഗറ്റീവ് ഇൻഫിനിറ്റി തൊട്ട്, കാരണം ഇത് അനന്തമായി അങ്ങനെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക അല്ലേ. അപ്പം നെഗറ്റീവ് ഇൻഫിനിറ്റി തൊട്ട് ഇങ്ങനെ സ്ലോപ്പ് നെഗറ്റീവ്. നിങ്ങൾ ഇവിടെ നോക്കിയാൽ മതി, ബുദ്ധിമുട്ടുള്ളവർ ഇവിടെ നോക്കിയാൽ മതി. കണ്ടല്ലോടാ, m = -9 എന്ന് കണ്ടല്ലോ. അത് നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവ് ആകുന്ന എവിടം വരെയാണെന്ന് നോക്കുക കേട്ടോ. നെഗറ്റീവ് ഇപ്പോഴൊക്കെ നെഗറ്റീവാണ്. നിങ്ങളിങ്ങനെ കീബോർഡിൽ ഇങ്ങനെ പ്രസ് ചെയ്താൽ മതി, നല്ല രസമാണ്. നെഗറ്റീവ്. അപ്പോൾ -∞ തൊട്ട് നെഗറ്റീവായി വരുന്നത് നോക്കിക്കോണേ. എവിടം വരെയാണ്? യെസ്, സ്ലോപ്പ് 0 ആയി അല്ലേ. അതെവിടം വരെയാണ്? അപ്പോൾ നിങ്ങൾ എഴുതണം, ഇവിടം തൊട്ട് -∞ തൊട്ട് എവിടം വരെ? 1 വരെ. നിങ്ങൾ എന്ത് എഴുതി വയ്ക്കും? സ്ലോപ്പ് ഈസ്, സെക്കൻഡിൻ്റെ ആൻസർ അല്ലേ, സെക്കൻഡിൻ്റെ ഫസ്റ്റത്തെ ആൻസർ എന്താണ്? സ്ലോപ്പ് പോസിറ്റീവ് ആണ് അല്ലേ. സ്ലോപ്പ് പോസിറ്റീവ് ആകുന്ന എവിടെയാണ്? സ്ലോപ്പ് പോസിറ്റീവ് ആയത് എഴുതാനാണ് പറഞ്ഞത്. സോ സ്ലോപ്പ് പോസിറ്റീവിൻ -∞ തൊട്ട് 1 വരെ. നമ്മൾ ഇവിടെയാണ് നോക്കേണ്ടത്, 1 വരെ അല്ല. സ്ലോപ്പിന്റെ വാല്യൂ അല്ല കേട്ടോ നോക്കേണ്ടത്, സ്ലോപ്പിന്റെ വാല്യൂ അല്ല. നമ്മൾ ഇന്റർവൽ എഴുതുമ്പോൾ ഞാൻ പറഞ്ഞു എപ്പോഴും എക്സ് ആക്സിസ് നോക്കുക. സോ സ്ലോപ്പ് നെഗറ്റീവ് ആകുന്ന എവിടെ തൊട്ട് എവിടം വരെ ആയിരിക്കും? സ്ലോപ്പ് നെഗറ്റീവ് ആകുന്നത് സ്ലോപ്പ് നെഗറ്റീവിൻ, ബാക്കി നിങ്ങൾക്ക് അറിയാമല്ലേ, ഇവിടം തൊട്ട് പിന്നെ അങ്ങോട്ട് നിങ്ങൾ നീക്കുമ്പോഴത്തേക്കും സ്ലോപ്പ് നെഗറ്റീവ് ആയിരിക്കും. സംശയമുള്ളവർക്ക് കാണിച്ചു തരാം. സംശയമുള്ളവർ നോക്കിക്കണം മക്കളെ. കണ്ടല്ലോടാ, 0-ൽ നിന്ന് നമ്മൾ വീണ്ടും ഒന്ന് നീക്കുമ്പോഴത്തേക്കും സ്ലോപ്പ് പോസിറ്റീവായി. സ്ലോപ്പ് പോസിറ്റീവ് അങ്ങനെ അങ്ങോട്ട് പോകും. അപ്പോൾ ഇത് എവിടം തൊട്ടാണ് ആകുന്നത്? എവിടം തൊട്ടാണ് മക്കളെ? സ്ലോപ്പ് നെഗറ്റീവ്. ഞാൻ എഴുതി അങ്ങോട്ടും ഇങ്ങോട്ട് മാറിപ്പോയേ. സ്ലോപ്പ് നെഗറ്റീവിൻ ഞാൻ എഴുതി അങ്ങോട്ടും ഇങ്ങോട്ട് മാറിപ്പോയി. സ്ലോപ്പ് നെഗറ്റീവ് ആകുന്നത് ഇവിടെയും, സ്ലോപ്പ് പോസിറ്റീവ് ആകുന്നത് പോസിറ്റീവിൻ എവിടം തൊട്ടാണ്? 2 to ∞. ഞാൻ എഴുതിയപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി കേട്ടോ മക്കളെ. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേടാ? യെസ്. അപ്പോൾ സ്ലോപ്പ് പോസിറ്റീവ് ആയത് 2 to ∞, സ്ലോപ്പ് നെഗറ്റീവ് ആയത് -∞ തൊട്ട് 1 വരെയും. ഓക്കെ അല്ലേടാ, സെറ്റ് അല്ലേ? യെസ്. അപ്പോൾ അത് ഓക്കെ ആയി. മനസ്സിലായല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഓക്കെ ആകും കേട്ടോ മക്കളെ. ഇതിന്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എല്ലാത്തിൻ്റെ സെയിം തന്നെയാണ്, കാരണം എഡിറ്റ് ദ ഫംഗ്ഷൻ അത് വേറൊരു ക്വസ്റ്റ്യൻ ആണ്, നമുക്കത് ചെയ്യാം. ആദ്യം ഇത് ഓരോന്നിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചിട്ട് നമുക്ക് വരാം. ഓക്കെ, അപ്പം നമ്മൾ അടുത്ത് ചെയ്യാൻ പോവാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതേപോലെ ചെയ്തു നോക്കണം മക്കളെ. എല്ലാവരും ചെയ്തു നോക്കി. ഞാനിവിടെ എഡിറ്റ് ചെയ്യുന്നു. x² + 6x + 7. ഓക്കെ, എൻ്റർ കൊടുത്തു. സോ സെയിം സ്ലോപ്പൊക്കെ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടിരിക്കുന്നതുകൊണ്ട് നോ പ്രോബ്ലം, അല്ലെങ്കിൽ ആദ്യം തൊട്ട് ചെയ്യണം. നോക്കിക്കടാ, ഇവിടം തൊട്ട് ഇവിടം വരെയാണ് നെഗറ്റീവ് ആണ്. അപ്പം -∞ തൊട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുവാണേ. എവിടെ എത്തുമ്പോൾ 0 ആവും നോക്കാം സ്ലോപ്പ്. -∞ തൊട്ട് മക്കളെ നോക്കിക്കടാ. യെസ്. എടാ മക്കളെ, ശരിക്കും പറഞ്ഞാൽ നേരത്തെ എഴുതിയ അതേ സാധനം തന്നെയാണ് ഇവിടെ എഴുതുന്നത്. സ്ലോപ്പ് നെഗറ്റീവ് ആകുക എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ് നെഗറ്റീവ് ആകുന്നത് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് നെഗറ്റീവ് ആകുന്ന ആ കേസാണ് നമ്മുടെ സ്ലോപ്പ് നെഗറ്റീവ് ആണെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് നെഗറ്റീവ് ആകുക എന്ന് പറഞ്ഞാൽ ഡിക്രീസ് ചെയ്യുന്നു എന്നുള്ളതാണ് കൺസെപ്റ്റ്. ഓക്കെ, അപ്പോൾ ഫംഗ്ഷൻ ഡിക്രീസ് ചെയ്യുന്നു. നമ്മൾ നേരത്തെ എഴുതിയില്ലേ, കുറച്ച് മുമ്പ് നമ്മൾ എഴുതിയില്ലേ, ഡിക്രീസ് ചെയ്യുന്ന എവിടം തൊട്ട് എവിടം വരെയാണ്? ഇവിടം തൊട്ട് ഇവിടം വരെയാണ് ഡിക്രീസ് ചെയ്യുന്നത്. ആ സാധനം തന്നെയാണ് സ്ലോപ്പ് നെഗറ്റീവ് ആകുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഫംഗ്ഷൻ ഡിക്രീസ് ചെയ്യുക എന്നുള്ളതാണ് കൺസെപ്റ്റ്. മനസ്സിലായോ? അപ്പോൾ സാറ് ചോദിക്കുന്നത്, വൈവ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് സ്ലോപ്പ് നെഗറ്റീവ് ആണെന്ന് കണ്ടുപിടിക്കാൻ നമ്മളോട് പറഞ്ഞു. ഓക്കെ, സ്ലോപ്പ് നെഗറ്റീവ് ആണെന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയണം? സാറേ, സ്ലോപ്പ് നെഗറ്റീവ് ആണെന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ ഡിക്രീസ് ചെയ്യുക എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ നിങ്ങൾ വേണേൽ എഴുതി വെച്ചോ, അതൊരു കൺസെപ്റ്റാണ്. സ്ലോപ്പ് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? ഫംഗ്ഷൻ ഡിക്രീസ് ചെയ്യുന്നു, കുറയുന്നു. സ്ലോപ്പ് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ലോപ്പ് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ ഇൻക്രീസ് ചെയ്യുന്നു. ഈ രണ്ട് കാര്യം എഴുതി വെച്ചേക്കുക കേട്ടോ. ഈ രണ്ട് കൺസെപ്റ്റ് എഴുതി വെച്ചോളൂ. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത അതേ സംഭവം തന്നെയാണ്, ഇൻക്രീസിങ് ഡിക്രീസിങ് കണ്ടുപിടിക്കുന്ന കാര്യം തന്നെയാണ്. സ്ലോപ്പ് നെഗറ്റീവ് ആകുമെന്ന് പറഞ്ഞാൽ കണ്ടല്ലോ മക്കൾ, എവിടെയാണ്? നമുക്ക് നേരത്തെ നമ്മൾ എഴുതിയില്ലേ ആ ചേഞ്ച് വരുന്ന ഭാഗം അല്ലേ, -3. അപ്പോൾ ഇവിടെ നമുക്ക് എഴുതാം സ്ലോപ്പ് നെഗറ്റീവ് ആകുന്ന എവിടെയാടാ? സ്ലോപ്പ് നെഗറ്റീവ് ആകുന്നത് ഏത് ഇന്റർവെല്ലാണ്? സ്ലോപ്പ് നെഗറ്റീവ് ഇൻ -∞ തൊട്ട് -3 വരെ അല്ലേടാ? അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ ഫംഗ്ഷൻ ഡിക്രീസ് ചെയ്യുന്നത്. വേണം അതും കൂടെ നമുക്ക് എഴുതി വെക്കാം. നമ്മളോട് ചോദിച്ചിട്ടില്ല, സ്ലോപ്പ് നെഗറ്റീവ് ആകുന്നത് മാത്രം എഴുതി വെക്കാനാണ് പറഞ്ഞത്. പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത്തവണ സ്ലോപ്പ് വെച്ച് ഫംഗ്ഷൻ ഡിക്രീസ് ചെയ്യുന്ന കാര്യം ചോദിക്കാം. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഫംഗ്ഷൻ
ഡിക്രീസ് ഇൻ എവിടെയാടാ -∞ തൊട്ട് -3 വരെ. ഇതാണ് അതിന്റെ കൺസെപ്റ്റ്. ഓക്കെ, ഇത് എഴുതാൻ ചോദിച്ചിട്ടില്ല, ഞാൻ പറഞ്ഞതാണ്. സ്ലോപ്പ് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ ഡിക്രീസ് ചെയ്യുന്നതാണ് അതിന്റെ മീനിങ്. അതേപോലെ സ്ലോപ്പ് പോസിറ്റീവായ ഇന്റർവെൽ ഏതാടാ? സ്ലോപ്പ് പോസിറ്റീവായ ഇന്റർവെൽ ഏതായിരിക്കും? ഇനി അവിടുന്ന് അങ്ങോട്ടേക്ക് അല്ലേ, -3 തൊട്ട് ഇങ്ങോട്ടേക്ക് മൊത്തം എന്തായിരിക്കും? സ്ലോപ്പ് പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ സ്ലോപ്പ് പോസിറ്റീവ് ഇൻ -3 തൊട്ട് ഇൻഫിനിറ്റി വരെ. സ്ലോപ്പ് പോസിറ്റീവ് ഇൻ -3 തൊട്ട് ഇൻഫിനിറ്റി വരെ. അപ്പോൾ അവിടെ എന്താ എഴുതി വെക്കാം? അവിടെ നമുക്ക് എഴുതണ്ട, എങ്കിലും ഞാൻ പറയുവാണ്, നമ്മളോട് ചോദിക്കുന്നത് അല്ലെങ്കിൽ വൈവ ക്വസ്റ്റ്യൻ സാറ് ചോദിക്കും സ്ലോപ്പ് പോസിറ്റീവായി. സോ അവിടെ എന്ത് നമുക്ക് പറയാം? സാറേ സ്ലോപ്പ് പോസിറ്റീവ് ആയിട്ട് നമുക്ക് പറയാം ഫംഗ്ഷൻ ഇൻക്രീസ് ചെയ്യുന്നു, ഫംഗ്ഷൻ ഇൻക്രീസിങ്. ഇങ്ങനെ ഒരു ആരോ ഇട്ട് അതിന്റെ മീനിങ് ഇൻക്രീസിങ് എന്ന് തന്നെ കേട്ടോ. ഫംഗ്ഷൻ ഇൻക്രീസിങ് ഇൻ -3 തൊട്ട് ഇൻഫിനിറ്റി വരെ. സോ രണ്ട് കാര്യങ്ങൾ മനസ്സിലായല്ലോ മക്കളെ. അപ്പൊ കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, അപ്പൊ വീണ്ടും ഞാൻ പറയുന്നത് ഈ ബോക്സിലിട്ട് വെച്ച സംഭവം നിങ്ങൾ പഠിച്ചോണേ. സ്ലോപ്പ് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ ഡിക്രീസിങ് എന്നാണ്. സ്ലോപ്പ് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ ഇൻക്രീസിങ് എന്നാണ്. അപ്പൊ സാർ വേണമെങ്കിൽ ഒരെണ്ണം കൂടെ ചോദിക്കാം, സ്ലോപ്പ് 0 എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ലോപ്പ് 0 എന്ന് പറഞ്ഞാൽ അപ്പൊ നിങ്ങൾ പറയണം സാർ അവിടെ ഇൻക്രീസിങ്ങും ഇല്ല ഡിക്രീസിങ്ങും ഇല്ല. അവിടെ ഇൻക്രീസിങ്ങും ഇല്ല, കണ്ട, അവിടെ കൂടുന്നുമില്ല കുറയുന്നുമില്ല. സ്ലോപ്പ് 0 എന്ന് പറഞ്ഞാൽ അവിടെ കൂടുന്നുമില്ല കുറയുന്നുമില്ല എന്ന് നിങ്ങൾക്ക് പറയാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറൊരു കാര്യം പറയാം, സാർ അവിടെ പാരലായിരിക്കും, എക്സ് ആക്സിനോട് പാരലായിരിക്കും നമ്മുടെ ലൈൻ, സോ സ്ലോപ്പ് 0 ആയിരിക്കും. എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം, കാര്യം അറിഞ്ഞാൽ പോരെ. യെസ്, അപ്പൊ അത് ഓക്കെ ആയി. അങ്ങനെയാണെങ്കിൽ നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. തേർഡ് ക്വസ്റ്റ്യൻ x² - 8x + 13. മക്കളറിയാലോ അല്ലേ, നെഗറ്റീവിൽ നിന്ന് നെഗറ്റീവ് ഇൻഫിനിറ്റിയിൽ നിന്ന് വന്ന് ഇത് ശരിക്കും സ്ലോപ്പ് വരയ്ക്കാതെ നിങ്ങൾക്ക് എഴുതാമല്ലോ. എവിടെ എത്തുമ്പോഴാണ്? 4 എത്തുമ്പോഴാണ് 0 ആവുന്നത് അല്ലേ? സംശയം ഉണ്ട് നോക്കാം. കറക്റ്റ് 4ന്റെ അവിടെ എത്തുമ്പോൾ 0 ആവും. യെസ്, അപ്പൊ -∞ തൊട്ട് 4 വരെയാണ് നമ്മുടെ സ്ലോപ്പ് നെഗറ്റീവ് ആകുന്നത്. -∞ തൊട്ട് 4 വരെ സ്ലോപ്പ് നെഗറ്റീവ് ആകും. 4 തൊട്ട് ഇൻഫിനിറ്റി വരെ സ്ലോപ്പ് പോസിറ്റീവ് ആകും. സോ ഫംഗ്ഷൻ ഡിക്രീസ് ചെയ്യുന്ന എവിടെ തൊട്ട് എവിടം വരെയാണ്? -∞ തൊട്ട് 4 വരെയും. ഇൻക്രീസ് ചെയ്യുന്ന എവിടെ തൊട്ട് എവിടം വരെയാണ്? 4 തൊട്ട് ഇൻഫിനിറ്റി വരെയും. അത് ഞാൻ പ്രത്യേകിച്ച് വീണ്ടും എഴുതുന്നില്ല, സെയിം കൺസെപ്റ്റ് തന്നെയാണ്. കാര്യം അങ്ങ് എഴുതി വെച്ചേടാ മക്കളെ, തന്നെ എഴുതി വെച്ചേ, സെയിം കൺസെപ്റ്റ് തന്നെയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ ഇത് 3 നമ്മൾ ഫസ്റ്റത്തെ എ പാർട്ട് നമ്മൾ 3 എണ്ണത്തിനെ ചെയ്ത് കഴിഞ്ഞു. 2 മാർക്കാണ്, ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് ചോദിക്കത്തുള്ളൂ, ഏതെങ്കിലും ഒരെണ്ണം എഴുതിയാൽ മതി. സോ അതിന്റെ ബി പാർട്ട് എല്ലാത്തിനും കോമൺ ആണ്. ചോദിച്ചിരിക്കുന്ന പുതിയൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, എന്താണ്? x³ + x. ഓക്കെ, x³ + x എന്ന് തന്നിട്ടുണ്ട്. സോ കോപ്പി ചെയ്തു. അവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഡബിൾ ക്ലിക്ക് ഓൺ ദി ഗ്രാഫ് ആൻഡ് എഡിറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുക. നമ്മൾ ഓൾറെഡി അത് പഠിച്ചു കഴിഞ്ഞല്ലേ. സോ നമ്മളത് Ctrl+V പേസ്റ്റ് ചെയ്തു, അതൊന്ന് എഡിറ്റ് ചെയ്ത് കൊടുക്കാം. x³. സോ x³. ഓക്കെ, നമ്മൾ വരച്ചു. വാട്ട് ഈസ് ദ പെക്യുലാരിറ്റി ഓഫ് ദി സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ്? വാട്ട് ഡസ് ഇറ്റ് ഇൻഫർ? അത് ഇൻഫർ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഇതിലെ കൺക്ലൂഷൻ, അതിൽ നിന്ന് എന്ത് നിങ്ങൾക്ക് പറയാൻ പറ്റും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ സ്ലോപ്പ് ഓഫ് ഇതിന്റെ സ്ലോപ്പ് എന്തായിരിക്കും എന്ന് ചോദിച്ചിട്ടുണ്ട്. ഈ സ്ലോപ്പിന്റെ, ഈ ടാൻജന്റിന്റെ സ്ലോപ്പ് എന്തായിരിക്കും, എന്ത് അതിൽ നിന്ന് നമുക്ക് പറയാം എന്നാണ് ചോദിച്ചത്. സോ നമുക്കത് ആദ്യം നെഗറ്റീവ് സൈഡിൽ കൊണ്ട് വെച്ചു, എന്നിട്ട് പയ്യെ കൂട്ടി പാടാം. സ്ലോപ്പ് നിങ്ങൾ സ്ലോപ്പ് നോക്കിക്കോണം, അത് ഇവിടെ നോക്കിക്കോണേ, എമ്മിന്റെ അവിടെ നോക്കിക്കോണം കേട്ടോ. എമ്മിന്റെ അവിടെ 70 ആണ്. ഇപ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് മാറുന്ന ചേഞ്ച് ഉണ്ടോ എപ്പോഴാണെന്ന് നോക്കിക്കോണേ. പോസിറ്റീവ് എം സ്ലോപ്പ് പോസിറ്റീവ് ആണ്. പോസിറ്റീവ് എടാ മക്കളെ, നെഗറ്റീവ് ആകുന്നുണ്ടോ? ഇല്ല. നെഗറ്റീവ് ആകുന്ന ഒരു കേസും ഇല്ല അല്ലേടാ മക്കളെ. നെഗറ്റീവ് ആകുന്ന ഒരു കേസ് പോലും ഇല്ല. നിങ്ങൾ കണ്ടല്ലോടാ മക്കളെ, നെഗറ്റീവ് ആകുന്ന ഒരു കേസ് പോലും ഇവിടെ ഇല്ല. എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് കൂടിക്കൊണ്ടേയിരിക്കുവാണ്. അങ്ങനെ അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് അറിയാവുന്നൊരു കാര്യമാണ്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, സ്ലോപ്പ് ഇവിടെ നിന്ന് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുമല്ലേടാ, താഴത്ത് നിന്ന് ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുവാണ്. അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും സ്ലോപ്പ് ഇൻക്രീസിങ് ആണ്. ഇവിടെ ഡിക്രീസിങ് ഉണ്ടോ? ഇല്ല. അപ്പൊ കാര്യം ഇവിടെ ചോദിച്ചിരിക്കുന്നത് അത്രേ ഉള്ളൂ. സ്ലോപ്പിന്റെ കാര്യം ചോദിച്ചിരിക്കുന്നത് അല്ലേ, സെക്കൻഡ് പാർട്ട് അല്ലേടാ. യെസ്, ഇവിടുത്തെ കാര്യം ചോദിച്ചിരിക്കുന്നത് സെക്കൻഡ് പാർട്ട് അല്ലല്ലോ, സെക്കൻഡിന്റെ ബി പാർട്ട്. എല്ലാത്തിന്റെ ബി പാർട്ട് സെയിം ആണ് കേട്ടോ. ഫസ്റ്റത്തേന്റെ, സെക്കൻഡിന്റെ, തേർഡിന്റെ ബി പാർട്ട് സെയിം ആണ്. സോ ബി പാർട്ടാണ് നമ്മൾ എഴുതുന്നത്. സ്ലോപ്പ് എന്താണെന്ന് ചോദിച്ചത്, സ്ലോപ്പിന്റെ കാര്യം എന്താ ചോദിച്ചത്? അപ്പൊ നമുക്ക് എന്താ എഴുതാം? സ്ലോപ്പ് ഈസ് ഓൾവേസ് പോസിറ്റീവ്. സ്ലോപ്പ് എപ്പോഴും പോസിറ്റീവ് ആണ്. സ്ലോപ്പ് ഈസ് ഓൾവേസ് പോസിറ്റീവ്. നെഗറ്റീവ് ആകുന്ന കേസ് പോലും ഇവിടെ ഇല്ല. ഇനി അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം?
അതിൽ നിന്ന് എന്ത് നിങ്ങൾക്ക് പറയാം, അതിൽ നിന്ന് എന്ത് നിങ്ങൾക്ക് കൺക്ലൂഡ് ചെയ്യാമെന്നാണ് ചോദിച്ചത്. അതിൽ നിന്ന് എന്ത് ഇൻഫർ എന്ന് പറഞ്ഞാൽ എന്ത് നിങ്ങൾക്ക് പറയാം, എന്ത് കൺക്ലൂഡ് ചെയ്യാമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്ത് പറയാം? സ്ലോപ്പ് പോസിറ്റീവ് ആണ്, കാരണം നെഗറ്റീവ് ആകുന്നില്ല. അപ്പോൾ ഫംഗ്ഷൻ മൊത്തത്തിൽ ഇൻക്രീസിങ് ആയിരിക്കും, ഡിക്രീസ് ചെയ്യുന്ന ഒരു സ്ഥലം പോലും ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് സാറിനോട് പറയാം, സാറേ അതുകൊണ്ട് സ്ലോപ്പ് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ ഇൻക്രീസിങ് എന്നാണ്, അല്ലേ? നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഡിക്രീസിങ് എന്നാണ് നമ്മളിപ്പോൾ പഠിച്ചു. സോ ഇവിടെ സ്ലോപ്പ് ഈ ഫംഗ്ഷൻ മൊത്തം പോസിറ്റീവ് ആയതുകൊണ്ട് നമുക്ക് പറയാം ഈ ഫംഗ്ഷൻ മൊത്തം ഇൻക്രീസിങ് ആയിരിക്കും. ഫംഗ്ഷൻ ഈസ് ഇൻക്രീസിങ് ആണ്, ഫംഗ്ഷൻ ഈസ് ഇൻക്രീസിങ് ആണ്. കണ്ടല്ലോടാ? വൈവ ക്വസ്റ്റ്യൻ പറയാമെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു എല്ലാ കുട്ടികളും. മക്കൾ ഇതൊക്കെയാണ് വൈവ ക്വസ്റ്റ്യൻ. സാറ് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇതൊക്കെയായിരിക്കും, പറയാൻ പറ്റണം. അതിൽ നിന്ന് കൺസെപ്റ്റിൽ നിന്നും ചോദ്യം ചോദിക്കും. സോ അത് പറയാൻ പറ്റണം കേട്ടോ. ഓക്കെ, അപ്പം അതും കഴിഞ്ഞു. സോ അടുത്തത് തേർഡ് ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ആയിട്ട് 2 ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു. അടുത്ത തേർഡ് ക്വസ്റ്റ്യൻ, ഡ്രോ ദി ഗ്രാഫ് ഓഫ് ദി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈസ് ഗിവൺ ബിലോ. ഏതെങ്കിലും ഒരെണ്ണം വരയ്ക്കുക, എന്നിട്ട് അവർ ചോദിച്ചിരിക്കുന്ന നോക്കിയാൽ ഡ്രോ ദി. അപ്പം നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം വരച്ചിട്ട് നമുക്ക് ബാക്കി നോക്കാം. ഓക്കെ, കോപ്പി ചെയ്തു, ഇവിടെ കൊണ്ട് എഡിറ്റ് ചെയ്യുവാണേ, പേസ്റ്റ് ചെയ്തു. ഓക്കെ, നോക്കട്ടെ. സ്ലോപ്പിന്റെ കാര്യം ഇവിടെ പറഞ്ഞിട്ടില്ല, അപ്പം നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഡിലീറ്റ് ചെയ്യാം. സ്ലൈഡറിന്റെ കാര്യം ഒന്നും ഇവിടെ പറഞ്ഞിട്ടില്ലല്ലോ, ഇല്ല. അപ്പം നിങ്ങളൊരു പുതിയ ഒരു വിൻഡോ എടുത്ത് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇതിന്റെ കാര്യം, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, സ്ലോപ്പിന്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു കേട്ടോ. ഇവിടെ എന്താണ് 6x³ മൈനസ് 10x² മൈനസ് 12x. മക്കളെ അപ്പോൾ ഇവിടെ നിന്ന് എഡിറ്റ് ചെയ്യണം, 6x³ എന്നാണ്. സോ എഡിറ്റ് ചെയ്യുക, 6x³ മൈനസ് 10x² മൈനസ് 12x. ഓക്കെ, കറക്റ്റ് ആണോന്ന്? 6x³ മൈനസ് 10x² മൈനസ് 12x. ഓക്കെ, കറക്റ്റാണ്. ഗ്രാഫ് വരച്ച് കഴിഞ്ഞു. ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്? നമ്മളോട് ചോദിച്ചിരിക്കുന്നത് നമുക്കിവിടെ സ്ലോപ്പിന്റെ കാര്യമൊന്നും വേണ്ട, പുതിയൊരു വിൻഡോ എടുത്ത് ചെയ്യാം. അത് സാറിനെ കാണിച്ച ശേഷം നിങ്ങൾക്ക് അടുത്തത് ചെയ്തു തുടങ്ങാം കേട്ടോ. മക്കൾ ഇത് ചെയ്ത ശേഷം ഇതിങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുത്ത ശേഷം ഡ്രോ ദി ഗ്രാഫ് ഓഫ് f'(x). അതെ, പുതിയൊരു സംഭവം. ഇതൊക്കെയാണ് ടൈപ്പ് ചെയ്യാനായിട്ട് പഠിക്കേണ്ടത്. ഡെറിവേറ്റീവിന്റെ ഗ്രാഫ് വരയ്ക്കണം, എന്നിട്ട് അതിന് ഇന്റർവെൽ എഴുതണം, ഇൻക്രീസിങ് ഡിക്രീസിങ്. മക്കളെ 3 തരത്തിലാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ചെയ്യുന്നത്. നിങ്ങൾക്ക് പഠിക്കാനുള്ളത് 3 തരത്തിലാണ്. ഒരെണ്ണം ഡയറക്റ്റ് ഇൻക്രീസിങ് ഡിക്രീസിങ് കണ്ടുപിടിക്കുക ഗ്രാഫിൽ നിന്ന്. രണ്ടാമത്തത് സ്ലോപ്പ് വെച്ച് ഇൻക്രീസിങ് ഡിക്രീസിങ് കണ്ടുപിടിക്കുക. തേർഡ് ഫസ്റ്റ് ഡെറിവേറ്റീവ് വെച്ച് ഇൻക്രീസിങ് ഡിക്രീസിങ് കണ്ടുപിടിക്കുക. ഇത് 3 എണ്ണമാണ്, 3 ടൈപ്പാണ് നിങ്ങൾക്കുള്ള. അതാണ് 3 ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ പോകുന്നത്. ഈ വർഷം അങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് f'(x) വരയ്ക്കണം. f'(x) വരയ്ക്കാനെങ്കിൽ ഒരു പാടുമില്ല, ഡെറിവേറ്റീവ് എടുക്കുക. ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കാൻ നിങ്ങൾക്ക് അറിയാം, തിയറി പഠിച്ച കുട്ടികളാണ് ഇതിന്റെ ഡെറിവേറ്റീവ് പറയാൻ അറിയാം അല്ലേ? 18x² മൈനസ് 20x മൈനസ് 12 എന്നാണ്. ഇനി അതിന്റെ ആവശ്യമൊന്നുമില്ല, കാരണം DER എന്ന് താഴത്ത് ടൈപ്പ് ചെയ്യാം, DER. അപ്പോഴേ വന്നു കഴിഞ്ഞു ഡെറിവേറ്റീവ് ഓഫ് ഫംഗ്ഷൻ. ഫസ്റ്റത്തെ സെലക്ട് ചെയ്യാം, ഡെറിവേറ്റീവ് ഓഫ് ഫംഗ്ഷൻ. ഫംഗ്ഷന്റെ പേരെന്താണ്? എഫ് അല്ലേ? അപ്പോൾ ചുമ്മാ സ്മോൾ എഫ് കൊടുക്കുക കേട്ടോ, ക്യാപിറ്റൽ എഫ് കൊടുക്കല്, സ്മോൾ എഫ് ആണ് ഇവിടെ, സ്മോൾ എഫ് കൊടുക്കുക. എൻ്റർ അടിച്ച ശേഷം നമുക്കൊരു ഗ്രാഫ് കിട്ടും. ദേ ഇതാണ് നമ്മുടെ നീല കളറിലെ ഗ്രാഫ്, കണ്ടല്ലോ? ഇതാണ് നമ്മുടെ ഡെറിവേറ്റീവിന്റെ ഗ്രാഫ്. ഇത് എന്തിനാണ് ഈ ഡെറിവേറ്റീവിന്റെ ഗ്രാഫ് വെച്ച് കണ്ടുപിടിക്കാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഞാൻ ദേ കൺസെപ്റ്റ് പറഞ്ഞുതരാം. മക്കളെ ശരിക്കും പറഞ്ഞാൽ ചേഞ്ച് വരുന്ന ഭാഗം എന്തിനാണ് ഇവിടെ ഡെറിവേറ്റീവ് വെച്ച് കണ്ടുപിടിക്കാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇവിടെ നോക്കിയേ, ശരിക്കും പറഞ്ഞാൽ ചേഞ്ച് വരുന്ന ഭാഗം നേരത്തെ 2 ക്വസ്റ്റ്യൻസിലും കറക്റ്റായിട്ട് നമുക്കിത് ഇങ്ങനെ താഴത്ത് കറക്റ്റ് ഒരു വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റുമായിരുന്നു. ഇവിടെ ദേ നോക്കിയടാ, ഇവിടെ ഇതാണ് ചേഞ്ച് വരുന്ന ഭാഗം, പക്ഷെ അത് കറക്റ്റ് എവിടെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റത്തില്ല. അതേപോലെ ഈ ഗ്രാഫ് ഇതേ താഴത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ്, അതിൻ്റെയും ചേഞ്ച് വരുന്ന ഭാഗം താഴത്തെ എവിടെയാണ്, അത് നമുക്ക് സൂം ഔട്ട് ചെയ്താൽ കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ എങ്കിലും കറക്റ്റ് ഏതോ ഒരു ഡെസിമൽ നമ്പറിലാണ് കണ്ടുപിടിക്കാൻ ഇച്ചിരി പാടുണ്ട്. അങ്ങനെയുള്ള കേസിലാണ് അവർ സെക്കൻഡ് ഡെറിവേറ്റീവ് വെച്ച് ചെയ്യാൻ പറയുന്നത്. സെക്കൻഡ് ഡെറിവേറ്റീവ് അല്ല, ഫസ്റ്റ് ഡെറിവേറ്റീവ് ചെയ്യാൻ പറയുന്നത്. വളരെ എളുപ്പം നമുക്ക് ഡെറിവേറ്റീവ് വെച്ച് ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മളിതേ ഈ ഡെറിവേറ്റീവിന്റെ ഗ്രാഫ് വരച്ചപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം പിടികിട്ടി. ചേഞ്ച് വരുന്ന ഭാഗമാണ് എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ചെയ്യുന്നതും ഡിക്രീസ് ചെയ്യുന്നതുമായിട്ടുള്ള ആ പോയിന്റാണ് മക്കളെ. ശരിക്കും ഇവിടെയാണ്, ഇവിടെ ഈ പോയിന്റിന്റെ നേരെയാണ് ഗ്രാഫ് നമ്മുടെ സ്ലോപ്പ് നെഗറ്റീവ് ആകുന്നതും പോസിറ്റീവ് ആകുന്നതും. സോ നിങ്ങൾ ഇത്രേ ഉള്ളൂ കാര്യം, ഒന്നും ചെയ്യേണ്ടത് ഈ പോയിന്റ് കണ്ടുപിടിച്ചാൽ മതി. നമുക്ക് ഇന്റർവെൽ എഴുതാനല്ലേ പറഞ്ഞത് ഇൻക്രീസ് ചെയ്യുന്നത്. ഇവിടം തൊട്ട് ഇവിടം വരെയാണ് നമുക്കറിയാവുന്ന കാര്യമാണ്. ഇത് ഇൻക്രീസ് ചെയ്യുന്ന ഇവിടം തൊട്ട് ഇവിടം വരെയാണ്. ആ പോയിന്റ് കണ്ടുപിടിക്കണേ മക്കളെ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടുന്ന് ഒരു ഇന്റർസെക്റ്റിംഗ് എന്ന് പറഞ്ഞ ടൂൾ എടുക്കുക. ഇന്റർസെക്ട് എന്ന് പറഞ്ഞ ടൂള് നിങ്ങൾ ഇവിടെ തപ്പിയെടുക്കുക. ഇന്റർസെക്ട് എവിടെയായിരുന്നു? ഇവിടെ ഇന്റർസെക്ട് പോയിന്റിന്റെ എവിടെയാണ് ഇന്റർസെക്ട് എടുക്കുക. നമ്മുടെ ഈ നീല ഞാൻ ഡെറിവേറ്റീവ് വരച്ച ഗ്രാഫ് കണ്ടല്ലോ, ഡെറിവേറ്റീവിന്റെ ഗ്രാഫ്, അതിൽ ക്ലിക്ക് ചെയ്യുക. അതോടൊപ്പം നമ്മുടെ
എക്സ് ആക്സിസും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ദേ എക്സ് ആക്സിലെ ഇന്റർസെക്ട് ചെയ്ത 2 പോയിന്റും എനിക്ക് കിട്ടി. ഏതാണ്? എയും ബിയും. ആ 2 പോയിന്റിലാണ് നമ്മുടെ ഡെറിവേറ്റീവ് 0 ആകുന്ന പോയിന്റ്. സോ ദേ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും, സൂം ഔട്ട് ചെയ്താൽ മനസ്സിലാവും. കണ്ടല്ലോ, ആ ചേഞ്ച് വരുന്ന ഭാഗമാണ് കറക്റ്റ് പറയുവാണെങ്കിൽ ഇതിന്റെ നേരെയാണ്, കണ്ടല്ലോ, അതുപോലെ ഇതിന്റെ നേരെയാണ് ഡെറിവേറ്റീവ് 0 ആകുന്ന കേസ്. സോ ആ 2 പോയിന്റ് എടുത്തതിന് ശേഷം നമുക്ക് കറക്റ്റ് ആയിട്ട് അതിന്റെ പോയിന്റ് ഇവിടെ കിട്ടിക്കഴിഞ്ഞു. ദേ എയുടെയും ബിയുടെയും പോയിന്റ് ഇവിടെ കിട്ടി. കണ്ടല്ലോ മക്കളെ. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത ശേഷം ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസിൽ നെയിം ആൻഡ് വാല്യൂ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ആ പോയിന്റ് കാണാൻ പറ്റും. ഓക്കെ. അതേപോലെ ബിയുടെ അവിടെയും റൈറ്റ് ക്ലിക്ക് ചെയ്ത ശേഷം ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസിൻ്റെ അവിടെ നെയിം ആൻഡ് വാല്യൂ. സോ ആ 2 പോയിന്റും 2 കോർഡിനേറ്റ്സും നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും മക്കളെ. കണ്ടല്ലോ, അവിടെ എത്രയാണ്? -0.43 ആണ് നമ്മുടെ ആ പോയിന്റ്. എന്ന് പറയുമ്പോൾ എക്സ് ആക്സിലെ പോയിന്റ് ആണ് 2. സോ നമുക്ക് ഇത് എങ്ങനെ എഴുതാം? ഇത് എഴുതാനായിട്ട് ഒരു ടഫും ഇല്ല, ഒരു പാടുമില്ല മക്കളെ. കാര്യം വളരെ എളുപ്പമാണ്. അപ്പോൾ ഇത് മൂന്നാമത്തെ ആൻസർ ആണ്. സോ 3 എന്നിട്ട് എഴുതാം. ഇൻക്രീസ് ചെയ്യുന്ന എവിടെ തൊട്ട് എവിടം വരെയാണ്? നമ്മുടെ നീല ഗ്രാഫാണ് ഡെറിവേറ്റീവ്. അതിൻ്റെ ആവശ്യമില്ല. ശരിക്കും വേണമെങ്കിൽ നിങ്ങൾക്ക് അത് കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പോയിന്റ് കണ്ടുപിടിച്ച ശേഷം നിങ്ങൾക്ക് ഡെറിവേറ്റീവ് ഗ്രാഫ് അങ്ങ് ഹൈഡ് ചെയ്യാം. ഈ പോയിന്റ് മാത്രം കിട്ടിയാൽ മതി. കണ്ടല്ലോടാ ഈ പോയിന്റ്. അപ്പോൾ ഇൻക്രീസ് ചെയ്യുന്ന എവിടെ തൊട്ട് എവിടം വരെയാണ്? ഇവിടെ കിടന്നെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ലല്ലോ, കൺഫ്യൂസിങ് ആവേണ്ട കാര്യമൊന്നുമില്ലല്ലോ. എവിടെ തൊട്ട് എവിടം വരെ? ഇവിടെ നിന്ന് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക അല്ലേ? സോ നമുക്ക് എന്ത് എഴുതി വെക്കാം? നമ്മുടെ ഇവിടുന്ന് ഇവിടം വരെ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. എവിടം വരെയാണ്? ഇവിടം വരെ. അപ്പം നമുക്ക് എന്ത് പറയാം? -∞ തൊട്ട് ഈ പോയിന്റ് എത്രയാടാ? -0.43. കണ്ടല്ലോ, എ എന്ന് പറഞ്ഞ പോയിന്റ് -0.43. അപ്പം നമുക്ക് പറയാം ഇൻക്രീസിങ് ഇൻ -∞ തൊട്ട് -0.43 വരെയാണ് ഇൻക്രീസ് ചെയ്യുന്നത്. പിന്നെ വേറെ സ്ഥലത്തും കൂടി ഇൻക്രീസ് ചെയ്യുന്നുണ്ട് അല്ലേ? ഇത് ഇവിടം തൊട്ട് അവിടം വരെ അല്ലേ? ഡിക്രീസ് ചെയ്യുന്നത് നമുക്കറിയാവുന്നതുകൊണ്ട് ഇവിടം തൊട്ട് ഇവിടം വരെയാണ് ഡിക്രീസ് ചെയ്യുന്നത്. സോ ഇൻക്രീസ് ചെയ്യുന്നത് ഇവിടം തൊട്ട് ഇവിടം വരെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട് അല്ലേ? സോ അതും കൂടെ എഴുതി വെക്കാം. ആൻഡ് എവിടം തൊട്ടാടാ? 1.54 തൊട്ട് ഇൻഫിനിറ്റി വരെയാണ് നമ്മുടെ ഫംഗ്ഷൻ ഇൻക്രീസ് ചെയ്യുന്നത്. ഡിക്രീസ് ചെയ്യുന്ന ഏതാണ്? ഈ 2 എണ്ണത്തിൻ്റെയും നടുക്ക് അല്ലേ? സോ ഡിക്രീസിങ് ഇൻ എവിടെ തൊട്ട് എവിടെ വരെയാണ് മക്കളെ? ഈ പോയിന്റ് എത്രയാടാ? സോറി, ഈ പോയിന്റ് ഡെറിവേറ്റീവിന്റെ ഈ പോയിന്റ് നീലയുടെ ഇത് പോയിന്റ് എടുക്കണേ. -0.43 മുതൽ 1.54 വരെ. അതാണ് നമ്മുടെ ഡിക്രീസിങ് ഫംഗ്ഷൻ. ഇത്ര എഴുതി വെച്ച് കഴിഞ്ഞാൽ കാര്യം കഴിയും. ഓക്കെ, ഇത്ര എഴുതി വെച്ചാൽ കാര്യം കഴിഞ്ഞ് മക്കളെ. വേണമെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ കൂടി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൺസെപ്റ്റ് പിടികിട്ടും. ഓക്കെ, ചെയ്ത് നോക്കാം മക്കളെ. അടുത്ത ഗ്രാഫ് നിങ്ങൾ ഇതേപോലെ തന്നെ വരച്ചു നോക്കി. പക്കയുടെ വലിയ പാടൊന്നും ഇല്ലടാ മക്കളെ, വളരെ എളുപ്പമുള്ള കാര്യമാണ്. സോ ഞാനിവിടെ നിന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നു. 4x³ 5x² -10x. സോ ഡെറിവേറ്റീവ് ഇവിടെ വന്നു കഴിഞ്ഞ് നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട എങ്ങനെയാണ്? ഇത് അടിച്ചു കൊടുത്ത ശേഷം താഴത്തെ ഡെറിവേറ്റീവ് DER എന്ന് അടിച്ചു കൊടുത്ത ശേഷം ഫംഗ്ഷൻ ക്ലിക്ക് ചെയ്യുക. നമ്മളിവിടെ ഓൾറെഡി ടൈപ്പ് ചെയ്ത് കൊടുത്തുകൊണ്ടാണ് അതിന്റെ ഡെറിവേറ്റീവ് അവിടെ കറക്റ്റ് ആയിട്ട് വന്നത് കേട്ടോ. എന്നിട്ട് അറിയാം ഇന്റർസെക്റ്റിംഗ് പോയിന്റ് എടുക്കുക ചെയ്യുക. ഇത് ഇവിടെ കിട്ടിക്കഴിഞ്ഞു. എത്രയാണ്? ഇവിടെ നേരത്തെ ചെയ്ത് എഡിറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ട് അതിന്റെ എല്ലാം മാറി കറക്റ്റ് ആയിട്ട് കിട്ടിക്കോളൂ. എത്രയാടാ? ഇവിടെ എന്താ എഴുതണം? ഇൻക്രീസ് ചെയ്യുന്ന എവിടെ തൊട്ട് ഇടം വരെയാണ്? കാര്യം ഇത്രേ ഉള്ളൂ. കണ്ടല്ലോ, വളരെ എളുപ്പമാണ്. എന്താണ് ഇൻക്രീസിങ് ഓൺ അല്ലെ ഇൻക്രീസിങ് ഇൻ എവിടെ തൊട്ട് എവിടെ വരെയാടാ? -∞ തൊട്ട് ഈ പോയിന്റ് എത്രയാണ്? -∞ തൊട്ട് -0.59 വരെയും. പിന്നെ ഇവിടം തൊട്ട് ഇൻക്രീസിങ് അല്ലേ? ആൻഡ് 1.42 മുതൽ ഇൻഫിനിറ്റി വരെയുമാണ് ഇൻക്രീസ് ചെയ്യുന്നത് എൻ്റെ ഫംഗ്ഷൻ. അടുത്ത ഡിക്രീസ് ചെയ്യുന്ന എവിടെ തൊട്ട് ഇടം വരെയാ? ഡിക്രീസിങ് ഇൻ എവിടെ തൊട്ട് ഇടം വരെ? ഇതിന്റെ രണ്ടിനും നടുക്ക് ഏതാടാ? -0.59 തൊട്ട് -0.59 തൊട്ട് 1.42 വരെയാണ് ഡിക്രീസ് ചെയ്യുന്നത്. സോ ഇത്ര എഴുതി വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞു അതിന്റെ ആൻസർ. വളരെ വളരെ എളുപ്പമാണ്. കാര്യം പിടികിട്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് പറയണം? സാറ് ചോദിക്കുകയാണെങ്കിൽ സാറേ ഇത് ഇൻക്രീസ് ചെയ്യുന്നത് ഡിക്രീസ് ചെയ്യുന്നത് എങ്ങനെ കണ്ടുപിടിച്ചതാ? ഫസ്റ്റ് ഡെറിവേറ്റീവ് വെച്ചാണ് കണ്ടുപിടിച്ചത്. മക്കളെ മനസ്സിലായല്ലോ? ഫസ്റ്റ് ഡെറിവേറ്റീവ് വെച്ചാണ് നമ്മൾ കണ്ടുപിടിച്ചത് കേട്ടല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് അതും കൂടെ ചെയ്തേക്കാം. അത് ഇത് തന്നെ നമുക്ക് സിമ്പിളായിട്ട് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്, ഒന്നുമില്ല. ഒന്ന് എഡിറ്റ് ചെയ്ത് കൊടുക്കാം. 5x³ തന്നെ ചെയ്ത് നോക്കിയടാ മക്കളെ. തന്നെ ഒന്ന് ഇന്റർവെൽ എഴുതി നോക്കിയടാ. വീഡിയോ പോസ് ആക്കിയിട്ട് തന്നെ ഇന്റർവെൽ എഴുതി നോക്കിയേ. ഞാൻ എൻ്റർ അടിക്കുമ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടിക്കഴിയും. എൻ്റർ അടിക്കാൻ പോവാണ്. എൻ്റർ. സോ ആൻസർ കിട്ടിക്കാണുമല്ലോ.
എത്ര തൊട്ട് എവിടെ വരെയാണ്? -∞ തൊട്ട് -0.57 വരെയാണ് നമ്മുടെ ഫംഗ്ഷൻ ഇൻക്രീസ് ചെയ്യുന്നത്. പിന്നെ എവിടെയാണ് 1.51 തൊട്ട് ഇൻഫിനിറ്റി വരെയാണ് നമ്മുടെ ഫംഗ്ഷൻ ഇൻക്രീസ് ചെയ്യുന്നത് അല്ലേ? യെസ്. ഡിക്രീസ് എവിടെ തൊട്ട് എവിടെ വരെയാണ്? ഇതിന്റെ ഇടയിൽ നടുക്ക് എവിടെയാണ്? -0.57 തൊട്ട് 1.51 വരെയാണ് നമ്മുടെ ഫംഗ്ഷൻ ഡിക്രീസ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേടാ? സോ ഫംഗ്ഷൻ ഈ ഇൻക്രീസിങ് ഡിക്രീസിങ് ഫംഗ്ഷൻ എന്ന് പറയുന്ന ഈ ഒരു ലാബ് ഇത്രയേ ഉള്ളൂ. 3 തരത്തിൽ ചെയ്യാം, ഇത്രയേ ഉള്ളൂ ലാബ്. വളരെ 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 സിമ്പിൾ ആയിട്ടുള്ള ഒരു ലാബാണ്. ഞാൻ എല്ലാ ലാബ് കഴിയുമ്പോൾ ഞാൻ ഇങ്ങനെ പറയുന്നത് വേറൊന്നുമല്ല, ഭയങ്കര എളുപ്പമാണ് മാത്സ് ലാബ് എന്ന് പറയുന്നത്. എല്ലാ കൺസെപ്റ്റും അറിഞ്ഞു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ഈ ചെയ്ത് നോക്കിക്കോളൂ മക്കളെ, ചെയ്ത് നോക്കിക്കോളൂല്ലോ. വീണ്ടും വീണ്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഞാൻ വേണമെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ നമ്മുടെ 2023 ക്വസ്റ്റ്യൻ ഞാൻ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ടി പോസ്റ്റ് ചെയ്യാം. സോ തന്നെ ചെയ്ത് ആൻസർ കണ്ടുപിടിക്കാം കേട്ടോ. കാരണം കുറേ കുട്ടികൾ ക്വസ്റ്റ്യൻ്റെ ലിങ്ക് ചോദിച്ചിട്ടുണ്ട്. സോ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് ഞാൻ പിൻ ചെയ്യാം ഈ 2023 ക്വസ്റ്റ്യൻ. സോ തന്നെ ചെയ്ത് നോക്കേണ്ടവർക്ക് തന്നെ ചെയ്ത് നോക്കാം. ഓക്കെ, സെറ്റായാലും മക്കളെ? അപ്പോൾ മക്കളെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കേട്ടോ മക്കളെ. ഇതേപോലെ തന്നെ തിയറി പോർഷൻസ് നമുക്ക് നല്ല കിഡിലായിട്ട് പഠിച്ച് സെറ്റാക്കി എടുക്കാം. ഓക്കെ, അപ്പോൾ കൂട്ടുകാർക്ക് അയച്ചു കൊടുത്താൽ മക്കളെ. നെക്സ്റ്റ് ലാബായിട്ട് കാണാം. ഓക്കെ, ബൈ.